ഇസ്ലാമിനെ ഒരു ഐഡിയോളജി എന്ന അർത്ഥത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രതിനിധീകരിക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അപ്പുറം വേ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു രീതി എന്ന അർത്ഥത്തിൽ തന്നെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം ദൈവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഓരോ ആദർശ പ്രസ്ഥാനങ്ങളെയും പോലെ ഇന്ത്യയുടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനകത്ത് നിയമാനുസൃതമായും ജനാധിപത്യപരമായും രാജ്യത്തിൻ്റെ ബഹുസ്വര മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തിനും അതോടൊപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടി ഉപകാരപ്പെടുന്ന സ്വഭാവത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. സൊസൈറ്റിക്ക് ഉപകാരപ്പെടാത്ത, കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടാത്ത, നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പോരായ്മകൾ വരുത്തിവെക്കുന്ന ഒരു പ്രവർത്തന രീതികളും ഏറെ പതിറ്റാണ്ടിനിടക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന പഥത്തിൽ നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് സോഷ്യൽ വാല്യൂസ് ഉണ്ട്. ആ സോഷ്യൽ വാല്യൂസ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. എവിടെയാണോ മുസ്ലിം കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് അവിടെയുള്ള മുഴുവൻ ജനവിഭാഗത്തിനും ഇസ്ലാമിൻ്റെ ആ സോഷ്യൽ വാല്യൂസ് അനുഭവിക്കാൻ കഴിയണമെന്നതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. പ്രവാചകന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആ അർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ വാല്യൂസിനെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ആവിഷ്കരിക്കുക എന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പലിശ ഇസ്ലാമിക നിയമപ്രമാണമനുസരിച്ച് നിഷിദ്ധമാണ്. അതുകൊണ്ട് പലിശക്കെതിരെയുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തും. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് പലിശരഹിതമായ സാമ്പത്തിക വായ്പാ സംവിധാനങ്ങൾ ഏതാണ്ട് 1980 മുതൽ സാധാരണക്കാരിലേക്ക്, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളിലേക്ക് എല്ലാം ഒരു NGO സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ സ്വഭാവത്തിൽ സംവിധാനം ഏർപ്പെടുത്തും. എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ പലിശയോട് വിയോജിക്കുന്നതോടൊപ്പം തന്നെ പലിശ കടക്കണിയിൽ അകപ്പെടാതിരിക്കാൻ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സേവനങ്ങൾ പലിശരഹിത നിധി സ്ഥാപിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുക എന്നത് ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ഇനി രണ്ടാമത്തെ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരടിസ്ഥാന സ്തംഭമാണ്. ആ സക്കാത്തിനെ ജമാഅത്തെ ഇസ്ലാമി കാണുന്നത് ഒരാരാധന എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ ജീവിതത്തിൽ അനിവാര്യമായും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരുപാട് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ആശയമാണ്. അതുകൊണ്ട് തന്നെ ബൈത്തുൽ സക്കാത്ത് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സക്കാത്ത് ഹൗസ് ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ കയ്യിൽ നിന്ന് അവരുടെ സമ്പത്തിന്റെ വരുമാനത്തിന്റെ 2.5% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 10%, ഓരോ സാമ്പത്തിക ഇടങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ പെർസെൻറ്റേജാണ്. അത് സാധാരണക്കാരന്റെ റൈറ്റാണ്, സമ്പന്നന്റെ ഔദാര്യമല്ല. അതുകൊണ്ട് അത് കേന്ദ്രീകൃതമായി ശേഖരിക്കുകയും സയന്റിഫിക്കായി, ശാസ്ത്രീയമായി അത് പഠിച്ച് വിതരണം ചെയ്യുകയും അതുവഴി ആളുകളെ എംപവർ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് സക്കാത്ത് എന്ന ആശയത്തെ ഏറ്റവും മനുഷ്യപ്പറ്റോടുകൂടി അവതരിപ്പിക്കുക എന്ന, ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം തൊഴിൽ സംരംഭങ്ങൾക്ക് ബൈത്തുൽ സക്കാത്ത് വഴി നമ്മൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ്, ക്ലോത്ത്, ട്രീറ്റ്മെന്റ്, ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട് സ്വപ്നം കാണാൻ കഴിയാത്ത ധാരാളം നിസ്സഹായരും അതുപോലെ തന്നെ നിർധനരുമായ മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഈ സക്കാത്ത് ഹൗസിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച 8 അവകാശികൾ നിർധനരാണ്, നിരാലംബരാണ്, നിസ്സഹായരാണ്.
അവരെ കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന സക്കാത്ത് ഹൗസ് എന്ന് പറയുന്ന സംവിധാനം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട്, തീരദേശവാസികളെ കുറിച്ച് നിങ്ങൾക്കറിയാം, മലയോര മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള തീരദേശത്ത് താമസിക്കുന്നവരും അതുപോലെ തന്നെ മലയോര മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകൾ നിർധനരാണ്. പലപ്പോഴും പല സീസണിലും പണിയില്ലാതെയാകുമ്പോൾ പട്ടിണിയിലാണ്. അങ്ങനെയുള്ള ഓരോ ജില്ലയിലും അത്തരം പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട്, അവിടെയും എഡ്യൂക്കേഷനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അവിടെ കമ്മ്യൂണിറ്റി കോർഡിനേറ്ററെ നിശ്ചയിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട് ജമാഅത്തെ ഇസ്ലാമി എല്ലാ ജനവിഭാഗത്തെയും നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭംഗിയായി നടപ്പാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിന് പുറത്ത് ഒരു ദേശീയ പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ദലിത് കമ്മ്യൂണിറ്റി ഉണ്ട്, ആദിവാസി കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്തെടുക്കുക എന്ന സ്വഭാവത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അക്ഷരമെത്താത്ത, ഭക്ഷണമെത്താത്ത, വെള്ളമെത്താത്ത, വൈദ്യുതി എത്താത്ത, പലപ്പോഴും സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉൾനാടൻ മേഖലകളിൽ അവരുടെ എംപവർമെന്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനത്തിൽ വലിയ ഒരു ഇടം അനുവദിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായി ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായിട്ട് വ്യാപകമാണ്. ഇന്ത്യയിലും പലപ്പോഴും ഡിസാസ്റ്റർ ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ ഓടിയെത്തുന്ന, ഇന്ത്യക്കകത്തും പുറത്തും നേപ്പാളിൽ ഉൾപ്പെടെ ഭൂകമ്പം ഉണ്ടായ ഘട്ടത്തിൽ ഓടിയെത്തുന്ന ഡിസാസ്റ്റർ ഗ്രൂപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അവർ വളരെ ട്രെയിൻഡായ ആളുകളാണ്, അവിടെ എത്താറുണ്ട്. അവരവരുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ആ ജനതയ്ക്ക് ആവശ്യമായ സേവനങ്ങൾ അവർ സമർപ്പിക്കാറുണ്ട്. പലപ്പോഴും പല ഗ്രാമങ്ങളും അത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് കൂട്ടമായൊരു പ്രൊജക്റ്റാണ്. ഗവൺമെന്റ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, സന്നദ്ധ സംഘടനകൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതിൽ വലിയ ഒരളവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. 2018 പ്രളയമായാലും 2019 പ്രളയമായാലും 2020 കൊറോണയായാലും നിപ്പയായാലും ഏറ്റവും അവസാനം 2024 നടന്ന ചൂരൽമലയുമായി ബന്ധപ്പെട്ട ദുരന്തമായാലും ഈ ദുരന്തമുഖത്തെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സന്നദ്ധരായി എത്തുന്നു എന്നതോടൊപ്പം തന്നെ ഉദാരമതികളുടെ പിൻബലത്തോടു കൂടിയുള്ള പുനരധിവാസ പദ്ധതികളും ജമാഅത്തെ ഇസ്ലാമി ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചൂരൽമലയിൽ പോകാൻ കഴിഞ്ഞാൽ അവിടെയുള്ള 86 കച്ചവടങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയത്. 86 കച്ചവട സ്ഥാപനങ്ങൾ. ആ 86 കച്ചവട സ്ഥാപനങ്ങളിൽ, അതായത് പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടാണ് എന്നിടത്തേക്ക് ആളുകൾ ആ പുനരധിവാസത്തെ ന്യൂനീകരിച്ച ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ജീവിത താളം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആ ആവാസ വ്യവസ്ഥയെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സമഗ്രമായൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നേരത്തെ പുനരധിവാസത്തിൽ വീടുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സേവന സംവിധാനങ്ങൾ ഇത്തവണ നമ്മൾ എടുത്തത് അവരുടെ തൊഴിലിനാണ് പ്രാമുഖ്യം കൊടുത്തത്. 86 കച്ചവട സ്ഥാപനങ്ങളിൽ 76 കച്ചവട സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കപ്പെട്ടു. ആ 76 കച്ചവട സ്ഥാപനങ്ങളെയും വീണ്ടെടുക്കുന്നിടത്ത് നമ്മുടെ കീഴിലുള്ള NGOയുടെ പങ്ക് വളരെ വലുതാണ്. ഓരോന്നിലും മറ്റു പല NGOകളുമായി സഹകരിച്ചുകൊണ്ടാണെങ്കിൽ പോലും 76 എണ്ണത്തിലും യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ NGOയുടെ ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല വീടുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. സ്ഥലം എടുത്തിട്ടുണ്ട്. 10-30 വീടുകൾ അവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 10-25 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി അവിടെ നടപ്പാക്കുന്നുണ്ട്. ഇത് സക്കാത്ത് ഹൗസിൽ നിന്നായാലും അതുപോലെ തന്നെ മേൽപ്പറയപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റും പുനരധിവാസ റിഹാബിലിറ്റേഷൻ പ്രൊജക്റ്റായി കഴിഞ്ഞാലും ഇവിടങ്ങളിലെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരാണ്, നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്.